എൻ്റെ പേര് ആര്യത്തേപ്പി എന്നാണ്. ഞാൻ ഉപ്പയിലാണ് താമസിക്കുന്നത്. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് വിജിത പ്രവീൺ 5353 എന്നാണ്. ഇതെൻ്റെ രണ്ടാമത്തെ ഒരു വീഡിയോ ആണ്. കാരണം ഞാൻ നേരത്തെ ഇട്ടേക്കുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സ്കൂളിലത്തെ ആനിവേഴ്സറിയുടെ ഒരു വീഡിയോ ആണ്. അപ്പം സൗണ്ട് ബ്രാൻഡൻ അല്ല, സൗണ്ട് നല്ല ഇടി അങ്ങനത്തെ സബ്ബൂഫ് അങ്ങനെയൊക്കെ ഒത്തിരി പേർക്ക് ഒരു താല്പര്യമുള്ളേ. ചില വണ്ടിപ്രാന്തൻ എന്നൊക്കെ വിളിക്കുന്ന കേട്ടാൽ അതേപോലെ തന്നെ. അപ്പം എനിക്കും അങ്ങനത്തെ ഒരു ഇതുണ്ട്, ഒരു സൗണ്ട് ബ്രാൻഡ് എന്നുള്ളതിന്. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ കുറഞ്ഞ ചെലവിന് ചെയ്ത് വെച്ചേക്കുന്ന ഒരു സൗണ്ട് സിസ്റ്റത്തിൻ്റെ റിവ്യൂ ആണ് ഇന്ന് ഞാൻ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാൻ പോകുന്നത്. അതിൻ്റെ പ്രൈസസും എല്ലാം കൂടെയാണ് ഞങ്ങൾ ചേർത്ത് പറയാൻ പോകുന്നത്. അപ്പം നേരെ നമുക്ക് വീഡിയോട്ട് പോവാം. ഇതാണ് എൻ്റെ ആംപ്ലിഫയർ. ഇതിനകത്ത് വന്നേക്കുന്നത് എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. പവർ ഓൺ സ്വിച്ച്, പിന്നെ നമ്മുടെ സബ്ബൂഫറിൻ്റെ ഒരു ഇതാണ്, പിന്നെ വോളിയം, 2 സ്പീക്കറിൻ്റെ മാസ്റ്റർ വോളിയം ആണ്. പിന്നെ ഇത് ബാസ് എന്ന് വെച്ചാൽ നമ്മൾ 2 സ്പീക്കറിൻ്റെ ബാസ്, പിന്നെ ട്രബിള് നമ്മളിപ്പോൾ എനിക്ക് ഫുൾ സ്പീക്കറിൻ്റെ ക്വാളിറ്റി ഇട്ടെ. അപ്പോൾ നമുക്ക് നേരെ ആംപ്ലിഫയർ ഓൺ ചെയ്യാം. നമ്മൾ സബ് കണ്ടില്ലോ, നമുക്ക് സബ് കാണാം. ഇതാണ് സബ്. അപ്പം ഇതൊരു അൺപ്ലഗിന്റെ 8 ഇഞ്ചിന്റെ ഒരു സബാണ്. ഇതിനകത്ത് വെച്ചേക്കുന്ന സബും 8 ഇഞ്ചാണ്. അപ്പം ഇതിനകത്ത് വെച്ചേക്കുന്ന ഹർനാം എന്ന് പറഞ്ഞ ഒരു സബാണ്. ഇത് ഒരു പണ്ടത്തെ ഒരു ട്യൂബായിരുന്നു. അപ്പം പണ്ടത്തെ എൻ്റെ വണ്ടിക്കകത്തിരുന്ന ട്യൂബായിരുന്നു. അപ്പം ഞാൻ പിന്നെ ഒത്തിരി എടുത്ത് വെച്ചേക്കുമായിരുന്നു. നമുക്ക് നേരെ ഒന്ന് പാട്ടിടാം. ഇപ്പൊ ട്രിബിള്, വോളിയം, പിന്നെ ബാസ് ഇട്ടിട്ടുണ്ട്. ഫുൾ ബാസ് ഇടണേ. ഇതാണ്, നമുക്ക് പകുതി ഇട്ടാൽ മതി. ഫുൾ ട്രിബിളാണ്. അപ്പൊ നമുക്ക് സബും കൂടെ ഇടാം. നല്ല ഇടിയുണ്ട് അത്യാവശ്യം. ഹർനാമിന്റെ ഒരു സബാണ് ഞാൻ ഇടി വെച്ചിരുന്നത്. നല്ല ഇടിയൊക്കെ ഉള്ള ഒരു സബാണ്. നമുക്ക് പാട്ട് നിർത്താൻ എന്നാന്ന് വെച്ചാൽ ഇവിടെ അടുത്തൊക്കെ വീടൊക്കെ ഉള്ളതാണ്. അപ്പൊ പിന്നെ അവർക്കൊരു ശല്യം, കാരണം രാത്രിയും കൂടെയാണ്. രാവിലെയൊക്കെ പിന്നെ കുഴപ്പമില്ല. ഞാനിപ്പോ അത്യാവശ്യം പാട്ട് ഇടണം. ഈ സെൻട്രലിലത്തെ അത്ര വോളിയത്തെ ഒക്കെ പാട്ട് ഇടത്തുള്ളൂ, കാരണം അത്ര സൗണ്ട് അങ്ങ് ഇടാറില്ല. അപ്പൊ നമുക്ക് നേരെ ഇതിന്റെ റേറ്റിങ്ങിലോട്ട് പോവാം. ഇത് എത്ര 1000 രൂപ അടുത്തായി. ഇത് 2 എണ്ണം കൂടെ 2000 രൂപ അടുത്തായി. പിന്നെ നമ്മുടെ ഈ സബ് ആംപ്ലിഫയർ 2.1 ആണ്. അപ്പൊ ഇതിന് നമ്മൾ വന്നേക്കുന്ന പ്രൈസ് 3800 രൂപയാണ് സബ് ആംപ്ലിഫയറിന്. പിന്നെ സബ് നമ്മൾ ട്യൂബ് മാറ്റില്ല, പകരം സബ് മാത്രമേ മാറിയിട്ടുള്ളൂ. അപ്പൊ സബിന് എത്രയാണ്? സബിന് ഒരു 1000 സംതിങ് ആണ് സബിന് വന്നേക്കുന്നത്. കാരണം നമ്മൾ മൊത്തത്തോടെ വാങ്ങിക്കുമ്പോഴത്തേക്ക് വില കൂട്ടിയാണ് വരുന്നത്. നമ്മള് സ്പീക്കറില്ല, സബ് അത് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പം വോയിസ്റ്റിന്റെ ഓവൽ സ്പീക്കറാണ് ഇത്, 2 എണ്ണം വിത്ത് ട്യൂട്ടറാണ്. അപ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് ട്യൂട്ടർ കൊടുക്കണ്ട. ഇനിയിപ്പം റൗണ്ട് ഇരിക്കുന്ന സ്പീക്കർ ഈ ട്യൂട്ടർ ഇല്ലാത്തൊക്കെ ഉണ്ടല്ലോ, അതാണെങ്കിൽ നിങ്ങൾ ഒരു 2 ട്യൂട്ടറും കൂടെ വാങ്ങി വെക്കുക. കാരണം നല്ലൊരു സൗണ്ട് ക്വാളിറ്റി കിട്ടാൻ വേണ്ടിയാണ്. എനിക്ക് മൊത്തത്തിൽ വന്നേക്കുന്ന ചിലവ് എത്രയാണെന്ന് വെച്ചാൽ കേബിളും എല്ലാം കൂടെ ചേർത്ത് ഒരു 8200 രൂപ എനിക്ക് കുറഞ്ഞ ചിലവ് വന്നിട്ടുള്ളൂ. എന്താ വെച്ചാൽ ഒരു 10 രൂപയ്ക്ക് താഴെ. അപ്പം ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വീഡിയോ. അപ്പം ടാറ്റാ.